വെള്ളിയാഴ്ച രാവിലെ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എണീറ്റു. ഹോളിഡേ ആയതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ടേബിളൊക്കെ ഞാനൊന്ന് തുടച്ച് ഇട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ വീടിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വിൻഡോയാണ് ഇത്. തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് താഴെ ഏകദേശം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ല രസമാണ് രാവിലെ കാണാൻ. പിന്നെ ഞാനൊന്ന് കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഒന്ന് വിളക്ക് കത്തിച്ച് ഒരു കുറച്ച് സമയം രാമായണം ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഇത് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനതൊന്ന് തുറന്ന് കാണിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനിന്ന് ഇതിലല്ല കേട്ടോ താഴെ പോകുന്നത്. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാക്കിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതൊരു 6-7 ആൾക്കാർക്ക് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് പോവാം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മളുടെ വീടിൻ്റെ നെയ്ബേഴ്സാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് അറബ്സ് ആണ്, ഇന്ത്യൻസ് ആരും തന്നെ ഇല്ല ഇതിൻ്റെ അകത്ത്. ഇതാ പിള്ളേരെല്ലാം ഇന്നലെ കളിച്ചിട്ട് അവരുടെ ടോയ്സ് ഒക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇത് ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്നത് കേട്ടോ. താഴെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ വേസ്റ്റ് കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, ഈ ഡോറ്, ബാക്ക് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള എൻട്രൻസ് ആയി. മോളും വരാമെന്ന് പറഞ്ഞ് അവളും കൂടെ വരുന്നുണ്ട് എൻ്റെ കൂടെ. അവളെന്തോ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി എന്തോ കെയർ ചെയ്താന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അവൾ ചാവി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് താഴേക്ക് പോവാം അല്ലേ. താഴെ ഇതാ കണ്ടില്ലേ, ഈ സൈഡിൽ സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് താഴേക്ക് പോകാനായിട്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഗാർഡൻ ആണ്. ഈ സൈഡ് കംപ്ലീറ്റ്. ഇത് വേറൊരു ഡോറാണ് കേട്ടോ നമുക്ക് പുറത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. 6:15 മണിയായിട്ടുള്ളൂ ഇവിടെ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ്. ഇതിൻ്റെ പുറകുവശമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ലിഫ്റ്റിൽ കൂടി കയറിയാൽ നമുക്ക് മുൻവശത്ത് എത്താൻ പറ്റും. അപ്പോൾ മോള് മുൻവശത്ത് കൂടിയാണ് വന്നത് ലിഫ്റ്റിൽ കയറിയിട്ട്. കണ്ടില്ലേ, ഇതാണ് ഇനി നമ്മൾ ഒരു വാക്കിന് വേണ്ടി പോവാണ്. ഇവിടെ നിറച്ചും ഫുള്ളും പച്ചപ്പാണ് കേട്ടോ. കാണാൻ മുഴുവനും എല്ലാം പച്ചയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും ഇത്രയധികം പച്ചപ്പ് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അത്ര നല്ല മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത്. പല വിധത്തിലുള്ള പൂക്കളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഇത് നമ്മളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരു ബിൽഡിംഗ് ആണേ. എല്ലാം ഈ അൽവാഹയിൽ തന്നെയാണുള്ളത്. ഇവിടെയൊക്കെ കാറ്, ഇന്നലെ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു തരം പൂവാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നല്ല മെയിൻ്റനൻസ് ആണ് ഇവിടെ. എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതിൽ വെള്ളത്തിൻ്റെ ചെറിയൊരു ട്യൂബ് എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു മുകളിൽ വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു പോവാണ്. കണ്ടില്ലേ, എന്തോരം പച്ചപ്പാണ് ഇവിടെയൊക്കെ. ഭയങ്കര രസമായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. ഇതെല്ലാം മേഫ്ലവർ ആണ് കേട്ടോ ഇപ്പൊ കണ്ടത് നമ്മള്. പിന്നെ ഇതൊരു തെങ്ങാണ്. ആരും എണീറ്റിട്ടില്ല, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വാക്കിംഗ് ചെയ്യുന്ന സമയത്ത്. കണ്ടില്ല, ഇത് മുഴുവനും പല നിറത്തിലുള്ള പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ,
അത് ഒരു കമ്മ്യൂണിറ്റി സെന്റർ എന്നാണ് പറയുക ഇവിടെ. ഇതിൻ്റെ അകത്ത് ജിമ്മുണ്ട്, നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. സൈക്കിള് വേണ്ടവർക്ക് സൈക്കിളും ചെയ്യാൻ പറ്റും. ഇവിടെ നിറച്ച് ബേർഡ്സ് ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടില്ല, ഇങ്ങനെ ഇവിടെ മെയിൻ്റനൻസിന് ആൾക്കാരെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ ടേബിൾ റോസ് പോലെയാണ് കേട്ടോ ഈ ചെടി. നാട്ടിലെ ടേബിൾ റോസ് എന്ന് പറയില്ലേ, ഒരു വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്നത്. പക്ഷെ ഇത് ശരിക്കും അതല്ല കേട്ടോ, ഇത് ചുമ്മാ കാട്ടുചെടി പോലെ ഇങ്ങനെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ മുഴുവൻ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് അവർ എപ്പോഴും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ ശരിയെന്ന് പറഞ്ഞു. അതാണ് ഞാൻ കുറച്ചും കൂടി അടുത്തൂടെ പോയിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തത്. നല്ല മെയിൻ്റനൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അവർ. ഇതിനൊക്കെ വെള്ളം ഒഴിക്കും എല്ലാ ദിവസവും. ഇനി ഈ ചേട്ടൻ ഇത് കംപ്ലീറ്റ് ഇവിടെ മുഴുവനും ഇങ്ങനെ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. കുറേ ചെടികളെല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. ഇവിടെ നല്ല സമ്മറായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ വണ്ടിനെ കണ്ടിട്ടോ എൻ്റെ മോള്. അപ്പോൾ അവള് പറഞ്ഞു അതിനെയും കൂടി ഒന്ന് എടുക്കാനായിട്ടേ. അപ്പോൾ ഇത് കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഇവിടെ കീടനാശിനിയൊക്കെ കുറേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തോ കുടുങ്ങിപ്പോയതാണിത്. പിന്നെ ഞങ്ങൾ നടക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഇതേപോലത്തെ ഒരുപാട് പാർക്കിലൊക്കെ ഇങ്ങനെ ചെയർ പോലെ ഉണ്ടാവില്ലേ നാട്ടിൽ, അതേപോലെ തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നടന്ന് തളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒന്നിൽ വേണമെങ്കിൽ പോയി ഇരിക്കാം. ഇത് കംപ്ലീറ്റ് മേ ഫ്ലവർ ആണ് ഇവിടെ മുഴുവനും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി മസാല ആണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മാവ്, ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മാവിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുതേ, അപ്പൊ പിന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ആയി പോകും. നമുക്കത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു അതിലേക്ക്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. നമുക്കതിനെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ കറി ഉണ്ടാക്കാനായിട്ട്, മസാലക്കറി. ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. സാധാരണ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കടലമാവൊക്കെ കലക്കി നമ്മൾ യൂസ് ചെയ്യും ലാസ്റ്റായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും പിന്നെ അയമോദകം കുറച്ചിട്ടിട്ടുണ്ട്. എല്ലാം കൂടി ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത് ഞാൻ. പിന്നെ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും. സിമ്പിളാണ്, നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഇന്ന് ഇതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളിയാണെന്ന് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ കൂടെ. കുറേ തക്കാളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ചീത്തയാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ലേശം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ചില സവാളയൊക്കെ ശരിക്കും ഒന്ന് കട്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനത് കയ്യിലുകൊണ്ട് ജസ്റ്റ് അതിനൊന്ന് ഉടച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് വെള്ളം ചേർത്തു കേട്ടോ. അത് മിസ്സായി പോയതാണ് കേട്ടോ കാണിക്കാനായിട്ട്. ഒരു 2 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉടഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമതും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പൂരിയൊക്കെ ഞാൻ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അധികം കട്ടിയും ആവാൻ പാടില്ല, ഒരുപാട് തിന്നും ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് പൂരി ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇപ്പോൾ ഓരോ പൂരിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇത് എല്ലാവർക്കും അറിയുന്ന ബ്രേക്ക്ഫാസ്റ്റ്, എളുപ്പമാണ്. ഇപ്പോൾ വാക്കിംഗ് കഴിഞ്ഞ് വന്നിട്ടും എനിക്ക് നല്ല സമയം ഉണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ശരിക്കും ഞങ്ങളൊരു 8 മണിയെല്ലാം ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഇന്ന് പെട്ടെന്ന് തന്നെ. കണ്ടില്ലേ, പൂരി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ പോലും ഞാൻ മാവ് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂരി കഴിക്കാനായിട്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് ഇതേപോലെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ടിഷ്യൂ ഞാൻ മറന്നുപോയി കേട്ടോ ഇടാനായിട്ട്. ടിഷ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എണ്ണയെല്ലാം വലിഞ്ഞു കിട്ടും. പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ എണ്ണയില്ല അതിൻ്റെ മീതെ കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ നല്ല പൂരി നമുക്ക് ഫ്ലഫി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പൂരിയെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സുലൈമാനിയും കൂടി ഉണ്ടാക്കി കേട്ടോ കുടിക്കാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ ഒരു വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാവരോടും ബായ്. താങ്ക് യു.